നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 18 തീയതി 1200 ആണ്ട് കുംഭമാസം 6 തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉദിച്ച് കുറച്ച് സമയമൊക്കെ മറ്റ് നക്ഷത്രങ്ങൾ നിൽക്കാറുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് ഇന്നത്തെ ദിവസം ചോതി നക്ഷത്രമാണ്. അപ്പം ചോതി നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ചോതി. പക്ഷെ ഇന്നത്തെ ദിവസം ശുഭമല്ല, ചൊവ്വാഴ്ചയാണ്. ചൊവ്വ നെഗറ്റീവ് ദിവസമാണ്. ആഴ്ച നോക്കുമ്പോൾ അതായത് ഓരോ ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ആ ദിവസത്തിന് വേണ്ടി ആ ഗ്രഹത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഓരോ ദിവസവും. അവർക്ക് അലാട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കൺട്രോളിലുള്ള സമയത്ത് നമ്മളാണ് അതിൻ്റെ അധിപനാണെങ്കിൽ നമുക്കന്ന് നമ്മളുടെ സ്വഭാവം കാണിക്കാൻ നമുക്ക് എന്തുവേണോ ചെയ്യാം. അങ്ങനെ ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന ശുഭ നക്ഷത്രമാണെങ്കിൽ പോലും ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന ദിവസമാണ്. ചൊവ്വയെന്ന് പറയുമ്പോൾ ശത്രുഗ്രഹമാണ്. ശത്രുക്കളെ ഉണ്ടാക്കും, ആക്സിഡൻ്റ് ഉണ്ടാക്കും, തീപ്പൊള്ളലാക്കാം, കേസ് വഴക്കുകൾ വരുത്താം. ഇതൊക്കെ വരാനിടയുള്ള ദിവസം. ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വളരെ സൂക്ഷിച്ച് പോകണം. ആവശ്യമില്ലാത്ത ഒന്നിലും കൊണ്ട് കൈവയ്ക്കരുത്. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ അങ്ങ് ക്ഷമിച്ച് കളയണം. നമ്മളെ കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം. അപ്രീതി ഉണ്ടാകും. അപ്പം നമ്മൾ അതിനെ അറിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് ആപത്തുകളിലൊന്നും ചെന്ന് പെടാതെ സംരക്ഷിച്ച് പോകാൻ പറ്റും. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതങ്ങ് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം. അത് വലുതാക്കാൻ നിൽക്കരുത്. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുംഭമാസത്തിലെ ശരിക്ക് ചോതി നക്ഷത്രം വന്നിരിക്കുന്ന ആൾക്കാർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അവരാണ് സൂക്ഷിക്കേണ്ടത്. ഒരു ദിവസത്തെ ഫലത്തെ ചിന്തിക്കുന്നവർ സൂക്ഷിക്കുക. നമുക്കൊരു ദിവസം ഇന്നത്തെ അല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. ഇന്നൊരു ദിവസം പോയി നടന്നില്ല, ഓക്കെ നാളെ ചെയ്യാം. പക്ഷെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ എന്തൊക്കെ വരാം? ആക്സിഡൻറ്റ് വരാം. അതായത് ഒരു ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാവാം. അഗ്നിഭയം വരാം. സർജറിക്ക് വിധേയമാവാം. കേസ് വഴക്കുകൾ ഉണ്ടാവാം. ബൗണ്ടറി പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ ഉണ്ടാക്കാൻ ഇടയുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം സൂക്ഷിക്കണം. വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഇതൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോകണം. താൻ പാതി ദൈവം പാതി. പകുതി നമ്മൾ തന്നെ ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. അല്ലാതെ ദൈവം വന്ന് എല്ലാം മാറ്റിത്തരുമെന്നും പറഞ്ഞിരിക്കരുത്. നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിയുക. പിന്നെ നടന്നില്ലെങ്കിൽ ഭഗവാനെ അതിന് എനിക്കത് ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞ് നമുക്കതിനെ ഭഗവാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് അതിജീവിച്ച് പോകാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയി കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, മുരുകക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകന് ഭസ്മാഭിഷേകം നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുക. ശരിക്ക് ചൊവ്വയുടെ ദോഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വർഷത്തേക്കായിട്ട് ശ്രീമുരുക യന്ത്രം ശരിക്ക് ശത്രു സംഹാര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു കവചം, ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള കവചം. ഇത് രക്ഷയായിട്ടോ അല്ലെങ്കിൽ പേഴ്സിലോ അല്ലെങ്കിൽ ദേഹരക്ഷയായിട്ട് കഴുത്തിലോ അരയിലോ ദേഹത്തുണ്ടാവണം. ഇത് നമുക്ക് പെട്ടെന്ന് പോസിറ്റീവ് എനർജിയെ തരാനും ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാനും സാധിക്കും. ഇന്നത്തെ ദിവസവും ഓരോ സമയം കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാവുകാലം പറഞ്ഞത് 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും 3 മണിക്ക് രാവുകാലം തുടങ്ങത്തില്ല. രാവുകാലം തുടങ്ങുന്നത് ശരിക്ക് ഇന്ന് 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 2 മിനിറ്റ് വരെയാണ് രാവുകാല സമയം. അപ്പോൾ രാവുകാല സമയം അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. ശുഭകാര്യങ്ങൾക്ക് ദൂരയാത്ര വല്ലതും ചെയ്യണം. നമ്മളൊന്ന് ഇതിന് നേരത്തെ ഇറങ്ങുക. അപ്പോൾ ഇതൊക്കെ നോക്കിപ്പോണം. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത ഒരു 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. അപ്പോൾ ഗുളികകാല സമയം ഇന്ന് വരുന്നത്
ശരിക്ക് 12:38 തൊട്ട് 2:08 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:43 തൊട്ട് 11:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനോ ഡോക്യുമെൻറ്റേഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒന്നിനും ആ സമയം ആകിലും അവോയ്ഡ് ചെയ്ത് കളയുക. ഇല്ല, ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ ഇന്ന് മുഹൂർത്തം ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം 12:14 തൊട്ട് 1:02 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയത്ത് വളരെ പോസിറ്റീവ് എനർജിയുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഗുണപ്രദമായിരിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ചൊവ്വയ്ക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ചൊവ്വയെ മാനിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിന് പോയില്ലെങ്കിൽ ചൊവ്വ ആക്രമിക്കും. ചൊവ്വയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോണതാണ് ചൊവ്വയ്ക്ക് അനുകൂലമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോണേ. അതായത് റെഡ് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ളത് ഡ്രസ്സായിട്ടോ ബ്ലൗസായിട്ടോ ഷോളായിട്ടോ പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു ചുവന്ന കുറിയായിട്ടോ ഒരു കർച്ചീപ്പായിട്ടോ എങ്കിലും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചൊവ്വയുടെ യാതൊരുവിധ ദോഷവും വരാതെ സംരക്ഷിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.